ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുവാനുള്ള തയ്യാറെടുപ്പാണ് ഓരോ നോമ്പും. ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ആത്മാവിന് ദൈവവചനത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ഈശോ തന്നെ പരസ്യ ജീവിതത്തിന് മുൻപായി നോമ്പ് അനുഷ്ഠിച്ചത് നാം അറിയുന്നു. ഈ നോമ്പുകാലം കൂടുതൽ അർത്ഥവത്താകുവാൻ ഈ സംഗീത, ധ്യാന, പ്രാർത്ഥന ശുശ്രൂഷ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ യാത്രയിലും ജോലികളിലും ഒക്കെ മനസ്സ് ധ്യാന നിരതമാക്കി ഈ നോമ്പ് കൂടുതൽ അർത്ഥവത്താക്കാം. കാണാതെ പോയൊരാടായിരുന്നു ഞാൻ, തേടിയലഞ്ഞ നല്ലിടയാ. പാപികളെ എന്നും സ്നേഹത്തോടരികെ വിളിക്കും കാരുണ്യക്കടലേ. അനുതാപികർക്കായി വാതിൽ തുറന്നു കാത്തിരിക്കും എന്നാഥ. നിൻ തിരുമുൻപിൽ ഞാൻ ചെയ്തൊരു പാപങ്ങൾ ഓർത്തു കരയുന്നു നാഥ. ചെയ്തൊരു തിന്മകൾ മായ്ക്കണമേ നാഥ. കഴുകണമേ നിൻ തിരുരക്തത്താൽ. ഇനിയൊരു നാളും പിഴയ്ക്കാതിരിക്കാൻ നൽകണമേ നിൻ കൃപാവരം. പരിഹാരമായി എൻ ജീവിതം നൽകാം. സ്വീകരിക്കണമേ എൻ സർവേശ്വര. നിൻ പ്രമാണത്തിൻ നേർവഴിയിലൂടെ അന്ത്യം വരെ എന്നെ നയിക്കണമേ. നിത്യമാം സൗഭാഗ്യ വീഥി നക്ഷത്രത്തിൽ ചേർക്കണമേ എന്നെ നിന്മാരോട്. പിതാവും പുത്രനും റൂഹായുമാകുന്ന ത്രിത്വൈക ദൈവമേ. ഉപവാസത്തിലൂടെ ദൈവപുത്രൻ നമ്മെ പഠിപ്പിക്കുന്നത് ശരീരത്തെ ശിക്ഷിക്കുക എന്നതല്ല, ഹൃദയം ശുദ്ധമാക്കുക എന്നതാണ്. തിന്മയും ധനമോഹവും ഉപേക്ഷിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനാണ് ഉപവാസത്തിന്റെ വിളി. പരലോകത്തിന്റെ പ്രതിരൂപം ഭൂമിയിൽ വെളിപ്പെടുത്തിയ ക്രിസ്തു നരക തുണയായി നമ്മോടൊപ്പം നടന്നു. അവന്റെ വഴി വിനയത്തിന്റെ, അനുസരണത്തിന്റെ വഴിയാണ്. മർത്യനെ തെറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ ക്രിസ്തു ഇടപെട്ടപ്പോൾ ദൈവം നരനിൽ സംപ്രീതനായി. വെണ്ണും ഭൂമിയും തമ്മിലുള്ള അകലം അവൻ ഇല്ലാതാക്കി. പാപികൾക്ക് ഭയം മാറ്റി അഭയം നൽകുന്ന കർത്താവിന്റെ പാദങ്ങളിൽ കണ്ണീരോടെയുള്ള അനുതാപമാണ് നമുക്ക് ഏക വഴികാട്ടി. ഉപവാസം അർത്ഥവത്താവുന്നത് പാപവിമുക്തിയിലേക്കും പൊതുജീവിതത്തിലേക്കും നമ്മെ നയിക്കുമ്പോഴാണ്. പ്രാർത്ഥന. കരുണാനിധിയായ കർത്താവേ, ഉപവാസത്തിലൂടെ നിന്റെ വഴിയെ ഞങ്ങൾക്ക് കാണിച്ച ദൈവപുത്ര,
നിനക്ക് നന്ദി അർപ്പിക്കുന്നു. തിന്മയും ധനമോഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് കൈവിടുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. തെറ്റുകളിൽ വീഴുന്ന ഞങ്ങളെ മോചിപ്പിച്ച് നിന്റെ പാദങ്ങളിൽ ശരണം തേടുവാൻ കൃപ നൽകണമേ. കണ്ണീരോടെ അനുദപിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ സ്വീകരിക്കണമേ. ഈ ഉപവാസകാലം ഞങ്ങളെ ശുദ്ധീകരിച്ച് പുതിയ ഹൃദയത്തോടും പുതിയ ജീവിതത്തോടും നിനക്കരികിൽ എത്തിക്കണമേ. ആമേൻ. അനുതാപം നിറയും നരനെ കൈക്കൊള്ളും കരുണാമയനീശൻ കർത്താവിൻ കൃപ നാം കണ്ടെത്തും. ഉപവാസത്തിൻ ചൈതന്യം നിറയും മനതാരോടെ നാം യാചിക്കിൽ. നൽവരമിപ്പോൾ നന്മ നമുക്കവൻ സദയം നൽകിയിടും. കർത്താവിൻ കൃപ നാം കണ്ടെത്തും. അനുതാപം നിറയും നരനെ കൈക്കൊള്ളും കരുണാമയനീശൻ കർത്താവിൻ കൃപ നാം കണ്ടെത്തും. നീതി നിറഞ്ഞിടും കർമ്മം കർത്താവിൻ പ്രീതി സമാർജിക്കും നോമ്പിൻ സാരം. ഭോജമല്ല മാത്രം കോപാസൂയകൾ വെടിയണമേ. ഉപവാസത്താൽ ശുദ്ധിയേകുമ്പോൾ കർത്താവിൻ കൃപ നാം കണ്ടെത്തും. തപസിന്നാളുകളിൽ നാഥൻ പാപികളെ മാടി വിളിക്കുന്നു ദുഃഖിതരിൽ. സ്നേഹത്തിൻ ശീതളം വർഷിപ്പിച്ചാൽ നമ്മിൽ നിത്യം ഫലമരുളും കർത്താവിൻ കൃപ നാം കണ്ടെത്തും. ദൈവം അന്വേഷിക്കുന്നത് പുറമേ കാണുന്ന ഉപവാസമല്ല, ഉള്ളിൽ ജനിക്കുന്ന അനുതാപമാണ്. അനുതാപം നിറഞ്ഞ ഹൃദയത്തെ കരുണാമയനായ കർത്താവ് ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഉപവാസം ഭക്ഷണം വെടിയുന്നതിൽ അവസാനിക്കുന്നില്ല. കോപവും അസൂയയും ദേഷ്യവും വിട്ടൊഴിയുന്ന ജീവിതത്തിലേക്കുള്ള വിളിയാണ്. നീതി നിറഞ്ഞ കർമ്മങ്ങൾ കർത്താവിന്റെ പ്രീതി നേടുമ്പോൾ ദുഃഖിതരോടുള്ള സ്നേഹം നമ്മുടെ ഉപവാസത്തെ ഫലപ്രദമാക്കും. തപസ്സിന്റെ ദിവസങ്ങളിൽ നാഥൻ നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്നു. തിരിഞ്ഞു വരുവാൻ, മാറിപ്പോകുവാൻ, കൃപയിൽ വളരുവാൻ. അപ്പോൾ ഉപവാസം നമ്മിൽ നിത്യഫലമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, അനുതാപം നിറഞ്ഞ ഹൃദയം നീ കൈക്കൊള്ളുന്ന ദൈവമാണല്ലോ. നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഉപവാസത്തിന്റെ ദിനങ്ങളിൽ ഭോജ്യം മാത്രമല്ല, കോപവും അസൂയയും ഞങ്ങളിൽ നിന്ന് വെടിയുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. നീതി നിറഞ്ഞ കർമ്മങ്ങളാൽ നിന്റെ പ്രീതി സമാർജിക്കുവാനും ദുഃഖിതരിൽ സ്നേഹത്തിന്റെ ശീതളം വർഷിക്കുവാനും ഞങ്ങളെ ഉപകരണമാക്കണമേ. തപസ്സിൻ നാളുകളിൽ ഞങ്ങളെ വിളിക്കുന്ന നാഥ, നിന്റെ കൃപ കണ്ടെത്തുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.
പാതയിൽ നടന്നിടുവാൻ കൃപ അരുളണമേ. ഉൾത്തടമാകെ അഴകിലൊരുക്കി അപരനു കൈനീട്ടുവാൻ സഹചരെ നിത്യം സേവിപ്പാൻ നാഥ കൃപ തൂഗണമേ. സീനായി മലമേൽ ഉപവാസത്താൽ ശാശ്വത കൽപ്പന മോശ നേടി. തപസ്സാലൊരു നാൾ ശോഭരണോ തപോർ മലയിൽ നിശ്ചലമായി. തപസ്സിൻ മാർഗം തേടിയ നിവിയൻ നഭസിലുയർന്നു അഗ്നിരഥത്തിൽ. തപസ്സൊരു മാർഗം രോഗനിരോധനം മനുജനതയ്ക്കൊരു അദ്ഭുത ദുർഗം. മായാപാശങ്ങൾ ആശാബന്ധങ്ങൾ ഉപവാസത്താൽ തകരും നിശ്ചയം. നാഥൻ തന്നെ 40 ദിവസം ഉപവാസമരുളി മാതൃക നൽകി. ദൈവം മനുഷ്യനോട് സംസാരിച്ച നിമിഷങ്ങൾ പലതും ഉപവാസത്തിന്റെ മൂലത്തിലാണ് ഉണ്ടായത്. സീനായി മലയിൽ മോശ ഉപവാസത്തിലൂടെ ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിച്ചു. താബോർ മലയിൽ ഈശോയുടെ തേജസ് വെളിപ്പെട്ടതും തപസ്സിന്റെ പശ്ചാത്തലത്തിലാണ്. അഗ്നിരഥത്തിൽ നബസിലേക്ക് ഉയർന്ന ഏലിയാവിന്റെ ജീവിതവും തപസ്സിന്റെ സാക്ഷ്യമാണ്. ഉപവാസം ശരീരത്തെ മാത്രമല്ല ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നു. ആശാപാശങ്ങളും മായാവലയവും തകർക്കുന്ന ശക്തിയാവുന്നു. നാഥൻ തന്നെ 40 ദിവസം ഉപവാസം അനുഷ്ഠിച്ച് നമുക്ക് മാതൃക നൽകി. യഥാർത്ഥ ഉപവാസം മറ്റുള്ളവർക്കായി കൈനീട്ടുന്ന, സഹചരെ സ്നേഹത്തോടെ സേവിക്കുന്ന ജീവിതത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പരിപാവനായ നാഥ, ഉപവാസത്തിന്റെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കുന്ന ദൈവമേ, നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറപ്പിക്കുന്നു. സീനായി മലയിൽ ഞങ്ങളോട് സംസാരിച്ച ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലും നിന്റെ ശബ്ദം കേൾപ്പിക്കണമേ. ആശാപാശങ്ങളും മായാബന്ധങ്ങളും ഞങ്ങളിൽ നിന്ന് ഉപവാസത്താൽ തകർക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഉൾത്തടം ശുദ്ധമാക്കി അപരന് തുണയായി കൈനീട്ടുവാനും സഹചരെ സ്നേഹത്തോടെ സേവിപ്പാനും കൃപ തൂകണമേ. 40 ദിവസം ഉപവസിച്ച നാഥ, നിന്റെ മാതൃകയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ആത്മാവും ഉടലും അലങ്കൃതമാക്കി നിർമ്മല ചിന്തകളാ
ദൈവത്തിൻ കൃപ മഹിയിൽ വെളിവായി പ്രകാശിക്കുന്നു. നശ്വരമെന്നറിഞ്ഞിൻ കണ്ണുകൾ വിണ്ണിൽ ഉയർത്തി നാം കരുണ തേടാ. ആത്മാവും ഉടലും അലങ്കൃതമാക്കി നിർമ്മല ചിന്തകളാൽ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ചേരുന്നിടും. ക്രൂരകടങ്ങളും പാപങ്ങളും കണ്ണീരോടെ അരുളിക്കാം. കർത്താവിൻ വാതിൽ മുട്ടി വിളിച്ചാൽ കരുണ നൽകും നാഥൻ സദാ. ഉപവാസം നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ദൈവിക വഴിയാണല്ലോ. അകതാരിൽ നിന്നുയരുന്ന അനുചിത ചിന്തകളെ ദൂരെ അകറ്റുമ്പോൾ ആത്മാവും ഉടലും ദൈവസന്നിധിക്ക് ഒരുക്കപ്പെടുന്നു. നിർമ്മലവും സുന്ദരവുമായ ചിന്തകൾ ദൈവാരാധനയായി മാറുന്നു. ജീവൻ നൽകുന്ന ദൈവകൃപ ഈ നശ്വര ലോകത്തിൽ വെളിവാകുമ്പോൾ കണ്ണുകൾ വിണ്ണിലേക്ക് ഉയർത്തി കരുണാമയനം തേടാൻ നമ്മെ വിളിക്കുന്നു. ഉള്ളിൽ നിന്നുയരുന്ന കണ്ണീരുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ പാപങ്ങൾക്കും കടങ്ങൾക്കും മാപ്പ് ലഭിക്കുന്ന അനുഭവം നമുക്ക് ലഭ്യമാകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു സ്തോത്ര ഗാനമായി മാറുന്നു. നാഥ, ഞങ്ങളുടെ അകതാരിൽ ഉയരുന്ന അനുചിത ചിന്തകളെ ദൂരെ അകറ്റേണമേ. ഉപവാസത്താൽ ആത്മാവും ഉടലും നിന്റെ സന്നിധിക്ക് അലങ്കൃതമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നശ്വര ലോകത്തിൽ നിന്റെ കൃപ സ്വീകരിച്ച് കണ്ണുകൾ വിണ്ണിലേക്ക് ഉയർത്തി നിന്നെ തേടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഉള്ളിൽ നിന്നുയരുന്ന കണ്ണീരുള്ള പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിൽ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും ഘോരകടങ്ങൾക്കും കരുണയാൽ മാപ്പരുളേണമേ. അവൻ എന്നും സ്തോത്രം പാടുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കർത്താവേ, നിന്റെ വാക്ക് അനുസരിച്ചൻ ജീവിതം നന്മ നീ പ്രവർത്തിച്ചു ഹല്ലേലൂയ പാടിടാ. വിവേകവും വിജ്ഞാനവും എന്നെ നീ പഠിപ്പിക്കണമേ. നിന്റെ കൽപ്പനകളിൽ എൻ വിശ്വാസം അചഞ്ചലം. കഷ്ടം വരും മുമ്പേ ഞാൻ നേർവഴി വിട്ടു നടന്നു. ഇന്നോ നിന്റെ വചനം
ഹൃദയത്തിൽ ഞാൻ കാക്കുന്നു. കർത്താവേ നീ നല്ലവൻ, നന്മ മാത്രം ചെയ്യുന്നവൻ. നിന്റെ പ്രമാണങ്ങൾ എന്നെ നീ പഠിപ്പിക്കേണമേ. അവിശ്വാസികൾ എനിക്കെതിരെ കള്ളവാക്കുകൾ ചൊല്ലുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൽപ്പനയെ അനുസരിക്കും. ദൈവത്തിന്റെ വചനം ജീവിതത്തിലേക്ക് വഴികാട്ടുന്ന ദീപമാണ്. ചിലപ്പോൾ കഷ്ടപ്പാടുകൾ നമ്മെ സ്പർശിക്കുമ്പോൾ അവ ശിക്ഷയല്ല, മറിച്ച് ദൈവം നൽകുന്ന പാഠങ്ങളാണ്. വഴിതെറ്റിയ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് പലപ്പോഴും വേദനയുടെ വഴിയാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യരുടെ കള്ളവാക്കുകളും കുറ്റാരോപണങ്ങളും നമ്മെ തളർത്തുമ്പോഴും ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവർക്ക് ഉറച്ച സമാധാനം ലഭിക്കുന്നു. പൊന്നിനേക്കാളും വെള്ളിയേക്കാളും വിലയേറിയതാണ് ദൈവവചനം. കാരണം അത് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുകയും ജീവിതത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നല്ലവനും നന്മ പ്രവർത്തിക്കുന്നവനുമായ കർത്താവേ, നിന്റെ വാക്കനുസരിച്ച് എന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിച്ചതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. വിവേകവും വിജ്ഞാനവും എന്നെ പഠിപ്പിക്കണമേ. നിന്റെ വാക്കുകളിൽ എൻ വിശ്വാസം അചഞ്ചലമാക്കണമേ. കഷ്ടപ്പാടുകളുടെ ഇടയിലും നിന്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ എന്നെ ശക്തനാക്കണമേ. ലോകത്തിന്റെ കള്ളവാക്കുകൾ എന്നെ തളർത്താതിരിക്കാൻ നിന്റെ പ്രമാണങ്ങളോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ നട്ടു വളർത്തണമേ. പൊന്നിനേക്കാളും വിലയേറിയ നിന്റെ വചനം എൻ്റെ ജീവിതത്തിന്റെ ആധാരമാകട്ടെ. ആമീൻ. എന്നാത്മാവേ നിദ്ര വെടിഞ്ഞുണരുക. കാലം വിലയേറിയതാ, കർത്താവിലേക്കു തിരിയുക. അലസതയാൽ എന്നാത്മാവേ മണ്ണിൽ നിദ്രയിലാണ്ടു നീ. മൃതിയുടെ നാൾ വരും മുമ്പേ അനുതാപത്തിൽ ഉയർന്നേടു. നിദ്ര വെടിഞ്ഞുണരേണം, വിളിക്കേൾക്കുക നാഥന്റെ. ജീവന്റെ വഴി തുറന്നിടും, കരുണാമയൻ കാത്തിരിക്കും. അനുതാപ കണ്ണീരോടെ എവിടെ നിന്നു നേടും ഞാൻ
ധർമാധർമ്മ വിവേചനം എന്നിൽ ഉണർത്തേണമേ. അനുതാപിയെ സ്നേഹിക്കുന്ന കർത്താവേ, നിൻ കൃപയാൽ എന്നിരുളിൽ പിറക്കേണമേ. ആശയുടെ കിരണങ്ങൾ നേർവയ കിരയങ്ങൾ കർത്താവേ, ഞാൻ ഇന്നോളം പ്രാർത്ഥന ചൈതന്യം ഹൃദയത്തിൽ നട്ടുവളർത്തിയില്ല. ഇത് എൻ ദുഃഖ സത്യം. നാൾതോറും നിൻ കൽപ്പന നേർവഴി വിട്ടു നടന്നു ഞാൻ. ഇനി എങ്ങനെ നാഥ തിരുമുൻപിൽ അണയും? അനുതപിക്കുക എന്നത് ഓരോ വിശ്വാസിയോടുമുള്ള ദൈവത്തിന്റെ സ്നേഹഭരിതമായ ആഹ്വാനമാണ്. അലസതയും ആത്മീയ നിദ്രയും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ കാലത്തിന്റെ വില തിരിച്ചറിയാതെ നാം ഈ മണ്ണിൽ മുങ്ങിപ്പോകും. എന്നാൽ മൃതിയുടെ നാൾ വരും മുമ്പേ അനുതാപത്തോടെ ഉയിർ നേടുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. അനുതാപം കുറ്റബോധത്തിൽ ഒതുങ്ങുന്നില്ല. അത് ജീവിത ദിശ മാറ്റുന്ന ഒരു കൃപയാണ്. ധർമ്മവും അധർമ്മവും തിരിച്ചറിയുന്ന വിവേകം അത് ദൈവത്തിന്റെ സമ്മാനമാണ്. അനുതാപികളെ സ്നേഹിക്കുന്ന നാഥൻ ഇരുണ്ട ഹൃദയങ്ങളിൽ പോലും ആശയുടെ കിരണങ്ങൾ ചൊരിയുന്നു. പ്രാർത്ഥനയുടെ ചൈതന്യം വളർത്താതെ കൽപ്പനകളുടെ നേർവഴി വിട്ട് നടന്ന നിമിഷങ്ങൾ നമ്മെ തിരിഞ്ഞു നോക്കാൻ വിളിക്കുന്നു. എങ്കിലും വിനയത്തോടെ തിരുമുമ്പിലെത്തുന്നവരെ കർത്താവ് ഒരിക്കലും തള്ളുന്നില്ല. കരുണാമയനായ കർത്താവേ, അലസതയാൽ നിദ്രയിലാണ്ടുപോയ എൻ്റെ ആത്മാവിനെ നിന്റെ കൃപയാൽ ഉണർത്തണമേ. കാലത്തിന്റെ വില തിരിച്ചറിയാതെ ജീവിച്ച നിമിഷങ്ങൾ എന്നിൽ അനുതാപമായി മാറണമേ. മൃതിയുടെ നാൾ വരും മുമ്പേ ഹൃദയം തിരിഞ്ഞ് ജീവന്റെ വഴിയിലേക്ക് നടക്കുവാൻ എന്നെ ശക്തനാക്കണമേ. ധർമ്മവും അധർമ്മവും വിവേചിക്കുവാൻ എനിക്ക് വിവേകം നൽകണമേ. കണ്ണീരോടെ നിന്റെ അടുക്കൽ വരുന്ന എന്നിൽ ആശയുടെ കിരണങ്ങൾ ചൊരിയണമേ. പ്രാർത്ഥനയുടെ ചൈതന്യം എൻ്റെ ഹൃദയത്തിൽ നട്ടു വളർത്തണമേ. നിന്റെ കൽപ്പനകളുടെ നേർവഴിയിൽ നടക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. തിരുമുൻപിൽ വിനയത്തോടെ അണയുന്ന ഈ ദാസനെ നീ കൈക്കൊള്ളണമേ. ആമേൻ. നാഥ, കാണുന്നു നീ അനുനിമിഷം പാരിൻ മോഹത്താൽ മലിനമാമെൻ ഹൃദയം. തിന്മകൾ നിറഞ്ഞൊരെൻ ആത്മാവിൽ ലജ്ജാഭാരം നിറയുന്നു. കർത്താവേ, എൻ പാപത്തിൻ മാലിന്യങ്ങൾ മായ്ക്കണമേ. മണ്ണിന്റെ മമതയിൽ വീണുഴലും ദാസനെ തൊട്ടു നീ ശുദ്ധനാക്കിയിടണമേ. നാഥാ, നീ എൻ ആത്മാവിൻ മാലിന്യങ്ങൾ
മാലിന്യങ്ങൾ മായ്ക്കണമേ. ആഹാ അനുതാപിയാം മകനെ ചേർത്തണയ്ക്കും ദയാപരനെ. നല്ലവനായ നീ എൻ നിത്യ സുഹൃത്തല്ലോ. ഉൾക്യാമ്പിലെ ഇരുൾ നീക്കി വെളിച്ചമേകാൻ ചാരത്തു വരണമേ പ്രഭുവായ യേശുവേ. നാഥാ നീ എൻ ഉൾക്കാവിൻ മാലിന്യങ്ങൾ മായ്ക്കണമേ. നാഥാ കാണുന്നു നീ അനുനിമിഷം പാരിൻ മോഹത്താൽ മലിനമാവെൻ ഹൃദയം. തിന്മകൾ നിറഞ്ഞൊരെന്നാത്മാവിൽ ലജ്ജാഭാരം നിറയുന്നു. കർത്താവേ പാപത്തിൻ മാലിന്യങ്ങൾ മായ്ക്കണമേ. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെയും പാപങ്ങളെയും കുറിച്ചുള്ള തിരിച്ചറിവാണ് ദൈവത്തിലേക്കുള്ള ആദ്യ പടി. മണ്ണിൽ നിന്നും ഉരുവായവനെന്ന ബോധ്യം മനുഷ്യ സഹജമായ വീഴ്ചകളെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിന്റെ ദുരാശകൾ നമ്മുടെ ഹൃദയത്തെ പാപാങ്കിലമാക്കുമ്പോൾ അവിടെ ലജ്ജാഭാരം അനുഭവപ്പെടുന്നത് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് കൊണ്ടാണ്. ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ഒരു വിധികർത്താവല്ല, മറിച്ച് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന ദയാപരനും നിത്യസുഹൃത്തുമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലെ അഴുക്കുകൾ മാറാൻ അവന് മാത്രമേ കഴിയൂ. പൂർണ്ണമായ അനുതാപത്തോടെ അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ നമ്മുടെ മാലിന്യങ്ങൾ മായ്ച്ച് നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നു. സ്നേഹസ്വരൂപനായ കർത്താവേ, ലോകത്തിന്റെ പ്രഭവത്തിലും ദുരാശകളിലും മയങ്ങി പാപത്തിന്റെ മാലിന്യങ്ങൾ പേറുന്ന എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. എൻ്റെ പാപങ്ങൾ എന്നെ തളർത്തുന്നു, ലജ്ജയാൽ എൻ്റെ ശിരസ് നമിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയുടെ കടാക്ഷം എന്നിലുണ്ടാകണമേ. മണ്ണായി എന്നെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. എൻ്റെ ആത്മാവിനും ശരീരത്തിനും ഏറ്റ മുറിവുകളെ സൗഖ്യമാക്കണമേ. എൻ്റെ നിത്യസുഹൃത്തായി കൂടെയിരുന്നു ഇനി പാപത്തിൽ വീഴാതെ എന്നെ വഴി നടത്തണമേ. ആമേൻ. വാതിലുമെന്നും പാരം മീടുങ്ങിയതല്ലോ നൂനം. യാത്രയിലബ്ബം ജാഗ്രത പോയാൽ യാത്രികനണയില്ല വിടൊരു നാളും.
ദുർബലമാനസമനിശം ദുരയുടെ വിസ്തൃത വീതിയിലലയുന്നെന്നും ലോകദുരാശകൾ അനുദിനം എന്നെ അപചിതനാക്കി തീർപ്പു നൂനം കള്ളൻ വന്നെന്നിൽ നിന്നും ദേഹിയുമായി പോകും മുമ്പേ അനുതാപം വഴി രമ്യത നേടാൻ നാഥാ നൽവരമരുളണമേ നീ അനുതാപം വഴി രമ്യത നേടാൻ നാഥാ നൽവരമരുളണമേ നീ കർത്താവേ ഞാൻ ഇന്നോളം നിൻ കൽപ്പന കാത്തില്ലെന്നാലും നീ സ്നേഹാർദ്രതയാൽ വീണ്ടും വീണ്ടും നേർവഴി കാട്ടി വിളിക്കുന്നെന്നെ പാപത്തിൻ പടുകുഴിയിൽ നിന്നും മോചനമേകി നയിക്കണമേ നീ അനുതാപം വഴി രമ്യത നേടാൻ നാഥാ നൽവരമരുളണമേ നീ അനുതാപം വഴി രമ്യത നേടാൻ നാഥാ നൽവരമരുളണമേ നീ വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഏറെ എളുപ്പമാണ്. എന്നാൽ അത് പലപ്പോഴും നാശത്തിലേക്കാണ് നയിക്കുന്നത്. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഏറെ കഠിനവുമാണ്. വിശ്വാസ ജീവിതത്തിൽ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വഴിതെറ്റിപ്പോകുവാൻ. നമ്മൾ കൽപ്പനകൾ ലംഘിക്കുമ്പോഴും അവിടുന്ന് സ്നേഹാർദ്രതയാൽ നമ്മെ തിരികെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മരണം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. അതിനാൽ നാളേക്കായി മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ദൈവവുമായി രമ്യതപ്പെടാൻ നമുക്ക് ശ്രമിക്കാം. സ്നേഹനിധിയായ കർത്താവേ, അവിടുത്തെ സ്വർഗീയ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഈ എളിയവനായ ദാസനെ സഹായിക്കണമേ. ലോകത്തിന്റെ മായാമോഹങ്ങളിലും പാപത്തിന്റെ പടുകുടിയിലും വീണു പോകാതെ എന്റെ പാദങ്ങളെ അവിടുന്ന് താങ്ങണമേ. അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ച നിമിഷങ്ങളെ ഓർത്ത് എന്റെ ഹൃദയം നൊന്ത് പശ്ചാത്തപിക്കുന്നു. എന്റെ ആയുസ് അവസാനിക്കുന്നതിന് മുൻപായി അവിടുത്തോട് പൂർണ്ണമായി രമ്യതപ്പെടാനും നിത്യതയുടെ വാതിലൂടെ പ്രവേശിക്കാനും എനിക്ക് കൃപ നൽകണമേ. ആമേൻ. നാഥാനിൻ പാദാരവിന്ദങ്ങളിൽ അഭയം തേടി വരുന്നു ഞാൻ. ചുങ്കക്കാരും പാപികളും കണ്ടു മടഞ്ഞോര പുണ്യ സങ്കേതത്തിൽ രോഗിക്ക് വൈദ്യനെ ആവശ്യമെന്നരുളിനി എന്നോട് കാരുണ്യമായി. രോഗം കലർന്നോരൻ ആത്മാവിൻ സൗഖ്യം നൽകുന്ന വൈദ്യനായി നീ വരേണം. മരണത്തിൻ വേഗത മാറ്റില്ല, മൃത്യുവിൻ മുന്നിൽ സമന്മാരല്ലോ. ഉൾതാപം കൊണ്ടെന്റെ മാലിന്യം നീങ്ങാൻ അനുതാപത്തിൻ കൃപ ചൊരിയേ.
വാസമുള്ളാലയം വിട്ടോടി മരുഭൂവിൽ വീണുടലുന്നു ഞാൻ. നൂറാടിൽ ഒന്നായെന്നെയും തേടി വന്നോരനൽപമാം സ്നേഹമേ. 70 വട്ടം വിളിച്ചിട്ടും പാപത്തിൻ മായയിൽ വീണവനായി ഞാൻ. മനം നൊന്ത് കേഴുന്ന മകനായി നാഥ മാറോട് ചേർക്കണേ നീ കൃപയാ. നാം തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മെ കുറ്റപ്പെടുത്തുന്നവനല്ല, മറിച്ച് സ്നേഹത്തോടെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു വൈദ്യനാണ് ദൈവം. ഭൂമിയിലെ സമ്പത്തോ പ്രതാപമോ മരണത്തിന് മുന്നിൽ നമ്മെ സഹായിക്കില്ല. ജീവിതം നശ്വരമാണെന്ന തിരിച്ചറിവ് നമ്മെ അഹങ്കാരത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ദൈവത്തിങ്കലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. 100 ആടുകളിൽ ഒന്നിനെ നഷ്ടപ്പെടുമ്പോൾ അതിനെ തേടിയിറങ്ങുന്ന ഇടയൻ പാപത്തിന്റെ മരുഭൂമിയിൽ വഴിതെറ്റി നിൽക്കുന്ന ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. 7 അല്ല 70 വട്ടവും ക്ഷമിക്കാൻ തയ്യാറായ ഒരു പിതാവ് നമുക്കുണ്ട്. നമ്മുടെ കുറവുകളെ ദൈവത്തിന്റെ മുന്നിൽ തുറന്നു സമ്മതിക്കുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള ആദ്യ പടി. അനുതാപം എന്നാൽ വെറും ഒരു സങ്കടമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിലേക്കുള്ള പരിപൂർണമായ ഒരു തിരിച്ചുപോക്കാണ്. സ്നേഹസ്വരൂപനായ കർത്താവേ, പാപികളായി ഞങ്ങളെ തള്ളിക്കളയാതെ അങ്ങയുടെ തിരുപാദത്തിൽ അഭയം നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ലോകത്തിന്റെ മായാ വലയങ്ങളിൽ കുടുങ്ങി ആയുസ്സിന്റെ നാളുകൾ നശ്വരമായ കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്ന ഞങ്ങളെ ഓർക്കണമേ. പണമോ പ്രതാപമോ മരണത്തിന് മുന്നിൽ ഞങ്ങളെ രക്ഷിക്കില്ലെന്നും അങ്ങയുടെ കൃപ മാത്രമാണ് ഞങ്ങളുടെ ഏക സമ്പാദ്യമെന്നും ഞങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കണമേ. നല്ല ഇടയനായ നാഥ, പലപ്പോഴും അങ്ങയുടെ വിളികൾ അവഗണിച്ച് പാപത്തിന്റെ മരീചികൾക്ക് പിന്നാലെ പോയ കുഞ്ഞാടുകളാണ് ഞങ്ങൾ. വഴിതെറ്റി മരുഭൂമിയിലൂടെ ഉഴലുന്ന ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന്റെ ആലയിലേക്ക് തിരികെ കൊണ്ടുപോകണമേ. രോഗിയായ ആത്മാവിന് സൗഖ്യം നൽകുന്ന വൈദ്യനായി എൻ്റെ ഉള്ളിൽ നീ വരയണമേ. എൻ്റെ പാപക്കറകൾ അങ്ങയുടെ കരുണയാൽ കഴുകി വെടിപ്പാക്കണമേ. അങ്ങയുടെ സ്നേഹത്തണലിൽ ജീവിക്കാനും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ ജീവിതം നയിക്കാനും ആവശ്യമായ അനുതാപവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ദിനരാത്രങ്ങൾ പൊഴിയും തോറും വ്യർത്ഥതേ എന്നെ അലട്ടിയിടുന്നു നാഥ. നിത്യമാ ആയുസ്സിൻ ചിന്ത വെടിഞ്ഞു ഞാൻ മണ്ണിൻ മാർഗം തേടുന്നു. തിരുമുൻപിൽ നിന്നി പാപിയെ നീ ദൂരെ അകറ്റിടരുതേ തമ്പുരാനേ. നിത്യവിധിതൻ ചിന്തകളെന്നിൽ ഉൾക്കട ദുഃഖമുയർത്തുന്നു. നീതിയുപ
തിന്മയിൽ നിന്നെന്നെ മാർത്തേണമേ. പാപത്തിൻ വഴിവിൻ നടന്നാൽ ദൈവ പ്രീതി ലഭിക്കുമെന്നോർക്കുന്നു ഞാൻ. പാപികളെ അനുതാപത്തിൻ പാതയിൽ നയിച്ചിടുവാൻ വന്ന പരാപരനെ, പാപികളിൽ ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കും. അഗതിയെ ഓർത്തു കനിയണമേ. പാപം പരിഹൃതമാക്കിടുവാൻ എന്നെ പരിച്ചൊടു നാഥ കാക്കേണമേ. മനുഷ്യൻ എന്ന വാക്കിന്റെ പര്യായം തന്നെ ബലഹീനത എന്നാണ്. പാപത്തിന്റെ ഭാരവും അസ്വസ്ഥതകളുടെ വിത്തുകളും നമ്മുടെ മനസ്സിനെ എപ്പോഴും വേട്ടയാടുന്നു. അവന്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ പ്രവൃത്തികൾ മാത്രമാണ് നമ്മുടെ സാക്ഷ്യം. അവിടെ നാം വിലയുള്ളവരായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കായി ബലിയായി തീർന്ന മധ്യസ്ഥനാണവൻ. സ്വന്തം ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുന്ന പാപിക്ക് അഭയം നൽകുന്ന കാരുണ്യ കടലാണവൻ. ശിക്ഷയല്ല, മറിച്ച് കഴുകി വെടിപ്പാക്കുന്ന സ്നേഹമാണ് ദൈവത്തിന്റെ അന്ത്യവിധി. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ മധ്യസ്ഥനായ, ഞങ്ങളുടെ രക്ഷകനായ നാഥ, ബലഹീനമായ ഹൃദയത്തോടെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ വരുന്നു. പാപത്തിന്റെ ഇരുളും മനസ്സിന്റെ അസ്വസ്ഥതകളും ഞങ്ങളെ തളർത്തുന്നു. ഞങ്ങളുടെ ജീവിത വഴിയിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. നാഥ, നിന്റെ നീതിയുടെ മുൻപിൽ നിൽക്കാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ ദുഷ്കർമ്മങ്ങളെ നോക്കാതെ അങ്ങയുടെ അളവറ്റ കാരുണ്യത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രോഗാതുരമായ ഞങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും നിന്റെ സ്പർശനത്താൽ സൗഖ്യം നൽകണമേ. മരണത്തിന്റെ താഴ്വരയിൽ ഞങ്ങൾ ഭയപ്പെടാതിരിക്കാൻ അവസാന നിമിഷം വരെ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് അങ്ങയുടെ നിത്യപ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ. ഭഗവാൻ